അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തത്തെ നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. നമ്മൾ സൂറ റഹ്മാൻ ഇതുവരെ 45 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ അതിൽ റഹ്മത്തിനെ കുറിച്ചാണ് ഈ സൂറത്ത് മൊത്തത്തിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 25-ാമത്തെ ആയത്ത് മുതൽ 25 ആയത്ത് വരെ ഈ ലോകത്തിലെ വ്യവസ്ഥ അത് കൃത്യമായി ചലിക്കുമ്പോൾ റഹ്മത്തിനെ പരിചയപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് 25-ാമത്തെ ആയത്ത് മുതൽ ഈ ലോകം നശിക്കുന്നതിനെ കുറിച്ചും പിന്നെ അതേപോലെ അള്ളാഹുവിന് മാത്രമേ നിയന്ത്രണമുള്ളൂ, നമ്മൾ ബാക്കിയെല്ലാം നശിച്ചു പോകും എന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് റഹ്മത്തിനെ ഈ സൂറത്ത് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിചാരണ നാളിനെ കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും പഠിച്ചു. ഇനിയുള്ള ആയത്തിൽ സ്വർഗത്തെക്കുറിച്ചും അതായത് വിജയിച്ചവരുടെ പ്രതിഫലം സ്വർഗത്തെക്കുറിച്ചും ആ വിജയിച്ചവരുടെ ഗുണത്തെക്കുറിച്ചുമാണ് പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പോയിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം. 46-ാമത്തെ ആയത്ത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറഞ്ഞാൽ ഹൗഫ് ഭയം, പേടി. മക്കാമ് എന്ന് പറയുന്നതിന് 2 അർത്ഥങ്ങളുണ്ടാകാം. ഒന്ന് അള്ളാഹുവിൻ്റെ സ്ഥാനം, മക്കാമ റബ്ബിഹി അള്ളാഹുവിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ 2 അർത്ഥമുണ്ട്. അപ്പോൾ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നവൻ, അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ആ സ്ഥാനത്തെ, മഹത്വത്തെ, ആ വലുപ്പത്തെ, അതിനു മുന്നിൽ വിചാരണ നാളിൽ പോയി നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന ആൾ. ഇപ്പോൾ ഈ 2 അർത്ഥം ഉണ്ടാകാം. അവർക്ക് ജന്നത്താൻ 2 തോട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് ആയത്ത് പറയുന്നത്. ജന്നത്താൻ എന്ന് പറഞ്ഞാൽ ജന്നത്ത് എന്ന് നമ്മൾ സാധാരണ ഖുർആൻ പറയുന്നത് ആ തോട്ടം എന്ന് വെച്ചാൽ സ്വർഗമാകുന്ന ആ ഒരൊറ്റ തോട്ടത്തെ കുറിച്ച് പറയുന്നു. ജന്നത്താൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുന്ന 2 തോട്ടം എന്ന അർത്ഥത്തിലാണ്. ആ തോട്ടത്തിലെ തന്നെ 2 തോട്ടങ്ങൾ എന്ന അർത്ഥത്തിലാണ് കുറെ കൂടെ അടുത്ത് നിൽക്കുന്ന അർത്ഥം എന്ന് തോന്നുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് 47-ാമത്തെ ആയത്തില് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പടച്ചവന്റെ ഏത് അനുഗ്രഹത്തെയാണ്, ഏത് സൃഷ്ടിപ്പിനെയാണ് നിങ്ങൾക്ക് കളവാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഹൗഫാണ്, ഭയം. എന്ന് വെച്ചാൽ അള്ളാഹു ഇവിടെ വിജയിക്കുന്നവരുടെ ആദ്യത്തെ ഗുണമായി പറയുന്നത് അവർക്ക് ഭയമുണ്ട്, ഭയമുള്ളവർ എന്നാണ്. ഭയമുള്ളവർ, അള്ളാനെ ഭയമുള്ളവർ, അള്ളാന്റെ സ്ഥാനത്തെ ഭയമുള്ളവർ, അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കുന്നതിനെ കുറിച്ച് ഭയമുള്ളവർ. ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അള്ളാനെ ഭയക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് നമ്മൾ എടുക്കാറ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ ധാരാളം സ്നേഹമാണ്, ഇസ്ലാമിൽ ധാരാളം സ്ട്രിക്ട്നെസ്സും ഭയവുമാണ് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കുറേ പ്രശ്നം നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറേ പ്രശ്നമാണ്. കാരണം നമ്മൾ ഖുർആൻ്റെ ഒരു വശം മാത്രം നമ്മൾ എളുപ്പത്തിലെടുത്ത് അള്ളാൻ്റെ നരകം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടുള്ള ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതേസമയം തന്നെ ഭയം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് സെൻസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇതിലേക്ക് വരാം. എന്ന് മാത്രമല്ല, ഒരാളൊന്നിനെ ഭയക്കുന്നു എന്ന് പറയുമ്പം അപ്പം തന്നെ നമ്മൾ ഒരാളൊന്നിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന അതേ സെൻസിലല്ല നമ്മൾ ഒരാളൊന്നിനെ ഭയക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ എടുക്കുക. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, ഖുർആൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സവിശേഷത എന്താണ് മറ്റ് മതങ്ങളിൽ നിന്നും എന്നതിന് കുറേ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അതിൽ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് മനുഷ്യനെ സമഗ്രമായിട്ട് എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ വികാരങ്ങളെയും ഒരേപോലെ സമീപിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഖുർആൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഖുർആനിൽ നിങ്ങൾക്ക് സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും, അതേപോലെ തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ കുറിച്ചും പറയുന്നത് കാണും. ഖുർആനിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും, അതേപോലെ കോപത്തെക്കുറിച്ച് പറയുന്നതിന് കാണാൻ പറ്റും. ഖുർആനില് നമ്മുടെ ദുരഭിമാനത്തെക്കുറിച്ച് പറയുന്നതിന് കാണാൻ പറ്റും, അതേസമയം തന്നെ അഭിമാനത്തെക്കുറിച്ച് പറയുന്നതും കാണാൻ പറ്റും. മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എല്ലാ വികാരങ്ങളെയും സമീപിക്കുന്ന, അതിനെ മനസ്സിലാക്കിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്ന, അതിനെ മനസ്സിലാക്കിയിട്ട് ഉപദേശങ്ങൾ തരുന്ന ഒരു സൃഷ്ടാവാണ് പടച്ചവൻ. ഖുർആന്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ് എന്ന് കാണാൻ പറ്റും.
എന്താണ് ഭയം എന്ന് പറഞ്ഞാൽ? ഭയം, നമ്മൾ ഖുർആനികമായ ഭയം നോക്കുന്നതിന് മുമ്പേ സാധാരണ ഒരു മതേതര സെക്യുലർ നോർമൽ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫിയർ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണ് ഭയം എന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ പറയുന്നത് പ്രൊട്ടക്റ്റീവും പ്രൈമലുമായിട്ടുള്ള ഒരു ഇമോഷൻ എന്നതാണ് ഫിയറിനെ കുറിച്ച് വളരെ ജനറലായിട്ട് പറയാം. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തത്തിനെ സംരക്ഷിക്കാനും വളരെ ജൈവികവുമായിട്ടുള്ള ഒരു വികാരമാണ് ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കപ്പെട്ട ഒരു വികാരമാണ് ഭയം. ഭയമില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഭയമില്ലെങ്കിൽ പ്രശ്നമാണ്. ഏറ്റവും ചെറിയ ഉദാഹരണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ തീയൊക്കെ ചിലപ്പം തൊട്ടുകളയും. തീ ചൂടുള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പം തീനോട് അതിനൊരു ഭയമുണ്ടാകും. ആ ഭയത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ ജീവിതത്തിലുടനീളം തീ തൊടാതെ നിൽക്കുന്നത്. ഭയം വളരെ പ്രധാനമാണ്. ഭയം പ്രൊട്ടക്റ്റീവാണ്. അതേപോലെ തന്നെ ഇതിൽ പറയുന്നത് അപകടത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉപദ്രവ ഭീഷണിയെ കുറിച്ചോ ഭയം നമ്മെ അറിയിക്കും. ഭയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു അപകടം മുന്നിലുണ്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്, ഒരു 10 കിലോമീറ്റർ അപ്പുറം വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അപകടമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറേ ആക്ഷൻസ് എടുക്കാൻ നമ്മളെ ഇതാക്കും. അപ്പൊ ഭയം ആ അർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഭയം നമുക്ക് വളരെ പ്രധാനമാണ്. അപ്പം പിന്നെ ഖുർആനിലെ ഹൗഫാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അൽ ഹാഫ എന്ന് അറബിയിൽ പറയുന്നത് ഈ തേന് ശേഖരിക്കാൻ പോകുന്ന ആൾക്കാർ ഒരു ലെതറിന്റെ ഒരു കവചം ഇടും. അതിന് ആ ഹാഫ എന്ന് അറബിയിൽ പറയും. എന്ന് വെച്ചാൽ എന്താണ്? തേനീച്ചന്റെ കുത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി, സ്വന്തത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കവചമാണ് ഭയം. ആ അർത്ഥത്തിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭയം തന്നെ ഒരു പ്രശ്നമല്ല, ഭയം ആവശ്യമാണ്. ഭയത്തിന്റെ എക്സ്ട്രീമാണ് പ്രശ്നം. ആകെക്കൂടെ ഭയപ്പെട്ടിരിക്കുക, ഭയപ്പെട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക, ഭയം തന്നെ സ്ഥിരമായിട്ടുള്ള സ്വഭാവമാകുമ്പോഴാണ് എന്ത് പ്രശ്നം? അത് ഭയത്തിന് മാത്രമല്ല, എല്ലാതരം വികാരങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹം, ഭയങ്കര കാരുണ്യം എന്നതും എന്താണ്? ആ അർത്ഥത്തിൽ പ്രശ്നമാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ പലതരം തെറ്റായ സ്വഭാവങ്ങളുടെയും ഒരു ബേസ് ഭയമാണ്. നമുക്ക് അങ്ങനെ തോന്നൂല എന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. ആ ദേഷ്യം പിടിക്കണതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തിനെയോ നഷ്ടപ്പെടുന്നതിൻ്റെ ഭയം കൊണ്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് തർക്കിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും എന്ത്? സ്വന്തം അറിവ് വെളിപ്പെടുമോ എന്ന ഭയം നിന്നുകൊണ്ടാണ് അയാൾ വെറുതെ തർക്കിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആൾക്കാരെ അടിച്ചപ്പോൾ ഇസ്രായേലും ഗസയും തമ്മിലുള്ള വിഷയത്തിൽ ഇസ്രായേൽ ഭയങ്കര പവർഫുൾ ആണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഒരു തരത്തിലുള്ള ഭയം കൊണ്ടാണ് എന്ത്? എവിടെയോ ഏതോ തലങ്ങളിൽ നിന്നുകൊണ്ട് സ്വന്തം നാടിനെ ഇവരെ ഏറ്റെടുക്കുമോ എന്ന ഭയത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അടിച്ചമർത്തൽ ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്ന പലതരം ദുരഭിമാനം, പലതിൻ്റെയും ബേസ് എന്തോ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഖുർആൻ നിങ്ങൾ നോക്കിയാൽ ഖുർആനിൽ 9 വാക്കുകൾ ഭയത്തിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. 9 വാക്കുകൾ എല്ലാം നമ്മൾ വിശദീകരിക്കാൻ സമയമില്ല. നമ്മളൊരു മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി 3 വാക്കുകൾ മാത്രം നമുക്ക് എടുക്കാം. 1 ഹൗഫാണ്, 2 ഖശിയത്താണ്, 3 ഷഫക്കാണ്. ഈ മൂന്നും നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ട സാധനമാണ്. ഹൗഫ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡേഞ്ചറിനെ കുറിച്ചുള്ള ഭയമാണ്. എന്ന് വെച്ചാൽ നമ്മളെ കൈ പൊള്ളും അല്ലെങ്കിൽ നമുക്ക് നേരെയുള്ള ഒരു ഫിസിക്കൽ ഡേഞ്ചറിനെ കുറിച്ചുള്ള ഭയമാണ് ഹൗഫ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിനോട് തോന്നുന്നതാണ് എന്ത്? ഖശിയത്ത്. അള്ളാഹിനോട് നമുക്ക് തോന്നുന്നത് ഖശിയത്താണ്. ഹൗഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഹത്തിനോട് തോന്നുന്നത് ഹൗഫാണ്, അല്ലെങ്കിൽ നരകത്തിനോട് തോന്നുന്നത് ഹൗഫാണ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ വലുപ്പം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. ഷഫക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അപ്രഹെൻഷൻ എന്ന് പറയും. ഷഫക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഈ ഭയം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ആ ഭയം എന്തിനാണോ ഭയം ഉണ്ടാക്കി, എന്തോ നഷ്ടപ്പെടാനാണ്. ആ നഷ്ടപ്പെടുത്തിനെതിരെ പ്രവർത്തനം ഉണ്ടാക്കുന്ന പേടിയാണ് എന്ത്? ഷഫക്ക്. നമ്മളിൽ പ്രവർത്തനം ഉണ്ടാക്കുന്ന പേടിയാണ് ഷഫക്ക്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതെല്ലാം കൺഫ്യൂസിങ് അല്ലോ, ക്ലിയർ അല്ലേ? ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് ഉണ്ടാകൽ വളരെ പ്രധാനമാണ്. ഇസ്ലാമിലെ ഭയം, അള്ളാഹു ഖുർആനിൽ പറയുന്ന എല്ലാ ഭയം, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ നരകത്തെ ഭയപ്പെടണം, നിങ്ങൾ എൻ്റെ ശിക്ഷയെ ഭയപ്പെടണം എന്നൊക്കെ പറയുന്നത് എല്ലാ ഭയവും ക്രിയാത്മക ഭയമാണ്. എന്ന് വെച്ചാൽ ഒരാളെ മൂലക്കിരുത്താനുള്ള ഭയമല്ല, നിരന്തരം കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഭയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് കാണാൻ പറ്റും. അള്ളാനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? അള്ളാനെ അല്ല നമ്മൾ ഭയപ്പെടുന്നത്. വെച്ചാൽ അള്ളാനോട് നമുക്ക് ഉണ്ടാവേണ്ടുന്നത് വേറൊരു വികാരം. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം.
നമ്മൾ ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചാണ്. ഇതാണ് ഒന്നാമത്. രണ്ട്, അവന്റെ മുന്നിൽ പരാജിതനായി നിൽക്കുന്ന ആ രംഗത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമാണ്. രണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ മുന്നിൽ എത്തുമ്പം എല്ലാവരും വിജയിച്ചു പോകുമ്പോൾ ഞാൻ മാത്രം പരാജയപ്പെടുമല്ലോ എന്ന ഭയമാണ്. ചെയ്തത് കുറഞ്ഞു പോയോ എന്ന ഭയമാണ്. ഇതാണ് നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഭയം. അള്ളാഹ്ക്ക് കാണിക്കാൻ മാത്രം എൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ എന്ന ഭയമാണ് നമുക്ക് വേണ്ടത്. സൂറ മാരിജിൽ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ എന്നാണ്. അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്നവർ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഭയം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നമ്മൾ ഭയം എന്ന് പറയുന്നത് ഇപ്പം ഈ ആയത്തിന്റെ പ്രത്യേകത സ്വർഗത്തിൽ കിടക്കാൻ വേണ്ട ഇമോഷനായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുന്നത്. ഭയവും അറിവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അറിവിന്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുക. എന്തിനെ കുറിച്ചാണ് അറിവ് വേണ്ടത്? എന്തിനെ കുറിച്ചാണ്? നമ്മളെ അറിവിനനുസരിച്ചിട്ട് നമ്മൾ എന്തിനെയാണ് ഭയക്കുന്നത് എന്ന് മാറും. എന്തിനെയാണ് ഭയക്കുന്നത്? അറിവ് കൃത്യമായാൽ അള്ളയാണ് എൻ്റെ സൃഷ്ടാവ്, അവന് മാത്രമേ എൻ്റെ 5 റിയാലോ ഏതെങ്കിലും ചെറിയ സാമ്പത്തിക നഷ്ടമോ എൻ്റെ സമാധാനമോ കളയാൻ പറ്റുള്ളൂ എന്ന അറിവും അതില്ലാത്ത അറിവും 2 തരം ഭയമാണ് ഉണ്ടാക്കുക. ആദ്യത്തെ അറിവുണ്ടായാൽ നമ്മൾ അള്ളാനെയാണ് നമ്മൾ മുതലാളിനേക്കാൾ ഭയക്കുക. ആ അറിവില്ലെങ്കിൽ നമ്മൾ മുതലാളിയാണ് എപ്പോഴും ഭയക്കുക. എന്ന് വെച്ചാൽ മുതലാളി എന്ന് വെച്ചാൽ ആരായാലും, ഭൗതികമായ ആരായാലും എന്തിനെ ഭയക്കുന്നു എന്നത് മാറും നമ്മളെ അറിവ് കൃത്യമല്ലെങ്കിൽ. രണ്ടാമത്, നമ്മളെ അറിവ് കൃത്യമായാൽ ഭയത്തിന്റെ അളവ് മാറും. അള്ളാന്റെ വലുപ്പം നമ്മൾ എത്രത്തോളം അറിയുന്നോ, നരകത്തിന്റെ കാഠിന്യം നമ്മൾ എത്രത്തോളം അറിയുന്നോ അത്രത്തോളം നമുക്ക് അതിനോടുള്ള ഭയം കൂടും. ആ അറിവ് എത്ര കുറയുന്നു. അതുകൊണ്ടാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം നിരന്തരം നമുക്ക് ഉണ്ടാകുക. ഭയത്തിന്റെ അറിവിന്റെ അളവ് അനുസരിച്ചിട്ട് ഭയത്തിന്റെ അളവ് മാറും. മൂന്നാമത്, അറിവിന്റെ അളവനുസരിച്ചിട്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ സ്റ്റൈലും മാറും. എന്താണ് അറിയേണ്ടത്? എങ്ങനെയാണ് ഞാൻ നരകത്തിൽ നിന്നും രക്ഷ നേടുക എന്ന അറിവനുസരിച്ചിട്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ രീതിയും മാറും എന്നുള്ളതാണ്. എന്ന് നമുക്ക് ഉണ്ടാവേണ്ട അറിവ് ഒന്ന് അള്ളാഹിന്റെ വലുപ്പം. ഈ ഖുർആൻ ഈ സൂറത്തും ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ ആദ്യം വരും അള്ളാഹ് വലുതാണെന്ന് നമുക്ക് അറിയാലോ. അള്ളാഹ് വലുതാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും തെറ്റ് ചെയ്യുന്നത്? അള്ളാഹ് വലുതാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അള്ളാഹിനേക്കാൾ സമയം കൊടുക്കുന്നത്? അപ്പൊ അള്ളാഹിന്റെ വലുപ്പത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് കൃത്യമാണ്. ഒന്നാമത് നമുക്ക് വേണ്ട അറിവ്. രണ്ടാമത്, ഇതും എളുപ്പമല്ല, ഇഹലോകത്തേക്കാൾ പരലോകമാണ് പ്രധാനം എന്ന അറിവ് നമുക്ക് കൃത്യമാണ്. അല്ലാണ്ട് എങ്ങനെയാ നമ്മൾ നരകത്തെ ഭയക്കുക? നമ്മള് ഒരു ചെറിയ മുറിവിനെ ഭയക്കുന്ന അത്ര പോലും നമ്മൾ നരകത്തിനെ ഭയക്കുന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക, നമുക്കൊരു മുറിവ് പറ്റും എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ പ്രവർത്തനം ചെയ്യൂല. അത്രക്ക് നമ്മൾ കോഷ്യസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കൈ പൊള്ളിപ്പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അടുപ്പിന്റെ അടുത്തേക്ക് വരെ പോകില്ല. നമുക്ക് അത്രയും കൃത്യതയാണ്. ആ അടുപ്പിന്റെ ചൂടിന്റെ അത്ര പോലും നരകത്തിന്റെ ചൂടിനെ നമ്മൾ ഭയപ്പെടുന്നില്ല എന്നതിന്റെ തെളിവ് എന്താണ്? നമ്മൾ വളരെ ലാഘവത്തോടെ ചെയ്യുന്ന തെറ്റുകളാണ് അതിന്റെ തെളിവ്. മൂന്നാമത്, നമുക്ക് ഉണ്ടാവേണ്ടത് ഈ ലോകം താൽക്കാലികമാണ് എന്ന അറിവുണ്ടായി കഴിഞ്ഞാൽ നരകത്തിനോടുള്ള ഭയം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവേണ്ടുന്ന അറിവ് നമ്മുടെ സ്ഥിതിയെക്കുറിച്ചുള്ള അറിവാണ്. നമ്മൾ അപകടാവസ്ഥയിലാണോ എന്ന അറിവ്, ഇത് വളരെ പ്രധാനമാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ പോക്ക് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന അറിവുണ്ടായാൽ എൻ്റെ ഭയത്തിൻ്റെ അളവ് മാറും. അങ്ങനെ ഒരു അറിവ് നമുക്ക് കൃത്യമായി ഉണ്ടായാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ 24 മണിക്കൂറും നരകത്തെക്കുറിച്ച് ഭയക്കും, നമ്മുടെ സ്ഥിതി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ. സൂറ ഫാത്തിറിൽ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ്. അള്ളാഹനെ ആര് മാത്രമേ ഭയപ്പെടുകയുള്ളൂ? അറിവുള്ളവർ മാത്രമേ ഭയപ്പെടുകയുള്ളൂ. അറിവ് എന്ന് വെച്ചാൽ എന്താണ്? വലിയ തിസീസും വലിയ PhD കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കൃത്യമായ അറിവ്, ഈ ലോകം ഒന്നുമല്ല പരലോകമാണ് എല്ലാം എന്നറിയുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാഹനെ മര്യാദയ്ക്ക് ഭയപ്പെടാൻ കഴിയൂ. ബാക്കി പറയുന്നതൊക്കെ പാഴ്വർത്തമാനങ്ങൾ മാത്രമാണ് എന്ന് കാണാൻ പറ്റും. ഖുർആൻ പറയുന്നത് നമുക്ക് ഭയത്തിന്റെ തൗഹീദ് ഉണ്ടാകണം. ഭയത്തിന്റെ തൗഹീദ് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ്. അള്ളാഹു ഏകനാണ് എന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഏകനാണ് എന്നത് ഓരോ സ്ഥലത്തും പ്രൂവ് ആവണം.
ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടാവുമ്പോഴാണ് സ്നേഹത്തിന്റെ തൗഹീദ് ഉണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ ബന്ധം അള്ളാഹുവിന്റെ അടുത്താവുമ്പോഴാണ് ബന്ധത്തിന്റെ തൗഹീദ് ഉണ്ടാവുള്ളൂ. അതേപോലെ അള്ളാഹിന്റെ താഴത്ത് മാത്രമേ ലോകത്ത് ആരെയും പേടിക്കാൻ പാടുള്ളൂ എന്ന സംഭവം കൃത്യമാവുമ്പോഴേ എന്താവുള്ളൂ, ഭയത്തിന്റെ തൗഹീദ് ഉണ്ടാവുള്ളൂ. സ്വർഗം നഷ്ടമാകുന്ന ഭയത്തിന്റെ താഴത്ത് മാത്രമേ ഭൗതികമായ എൻ്റെ ഏത് വിഭവവും നഷ്ടമാകുന്ന ഭയം എനിക്ക് പ്രശ്നമാകാൻ പാടുള്ളൂ എന്നതാവുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഭയത്തിന്റെ തൗഹീദ് നമുക്ക് കൃത്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ശരിയായ ഭയം ഇല്ലെങ്കിൽ തെറ്റായ ഭയം ഉണ്ടാവും. ഇത് പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും ശരിയായിട്ടുള്ള ഭയം ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തെറ്റായ ഭയം ഉണ്ടാവും. രണ്ട് തലങ്ങളിൽ ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഇഹലോകത്തിലെ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നതിനെ പരലോകത്തിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യും, ഭയക്കും. എന്നുവെച്ചാൽ പരലോകത്തിലെ ഓരോ വിഭവവും അള്ളാഹു അടക്കം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഭയം നമുക്ക് കൃത്യമായി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇഹലോകത്തിലെ നമ്മൾ ഓരോ വിഭവം നഷ്ടമാകുന്നതിനെയും പരലോകത്തിന്റെ വിഭവം നഷ്ടമാകുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യും, ഭയക്കും. നമുക്ക് ഒരു ത്യാഗവും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വളരെ ചെറിയ ഇൻസ്റ്റന്റ് എടുത്ത് നോക്കിയാൽ മതി. നമ്മളെ ഒരു ജമാഅത്ത് നമസ്കാരം, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ പഠനത്തിന് ചെയ്യുന്നൊരു സമയം, അല്ലെങ്കിൽ നമ്മളൊരു 50 റിയാൽ കൊടുത്തിട്ട് ഒരാളെ സഹായിക്കാനുള്ള ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തു നോക്കാം. ഒരു 50 റിയാൽ ഒരാളെ കൊടുത്തിട്ട് സഹായിക്കാനുള്ള ഒരു എക്സാമ്പിൾ എടുത്തു നോക്കാം. ഈ 50 റിയാൽ അയാൾക്ക് കൊടുക്കുമ്പം നമുക്കുള്ള നഷ്ടം, നമ്മൾ ഈ 50 റിയാല് കൊടുത്തില്ലെങ്കിൽ പരലോകത്ത് വരുന്ന നഷ്ടത്തെക്കാൾ ഭയപ്പെട്ട എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും ആ 50 റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു ത്യാഗവും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഇഹലോകത്തിലെ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നത് പരലോകത്തിലെ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമ്മൾ ഭയക്കാൻ തുടങ്ങിയാൽ ഒരു ത്യാഗവും ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചെയ്യാൻ കഴിയുകയില്ല. ഈ ലോകത്ത് നമ്മൾ ഒട്ടി നിൽക്കും. ഒരു ഉറച്ച നിലപാടും നമുക്ക് എടുക്കാൻ കഴിയില്ല. ഒരു ഉറച്ച നിലപാടുകൾ നമുക്ക് സാമൂഹികമായിട്ട് ഒരു സ്ത്രീധനത്തിന്റെ ഒരു പ്രശ്നം ഉണ്ട് നോക്കുക. സ്ത്രീധനം സാമൂഹികമായിട്ടൊരു വിപത്ത് ഉണ്ട് നോക്കുക നമ്മുടെ കുടുംബത്തിൽ. അപ്പൊ എല്ലാവരും സ്ത്രീധനം മേടിക്കാൻ പറയാണ്, അല്ലെങ്കിൽ എല്ലാവരും ആർഭാടമായ ഒരു വിവാഹം നടത്താൻ പറയാണ്. നമ്മൾ ആ നിലപാട് എടുത്തിട്ടില്ല, എന്താ സംഭവിക്കുക? ധാരാളം ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ആ നിലപാട് ആ സ്ത്രീധനം കൊടുത്താൽ എന്താ സംഭവിക്കുക? നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. ഈ സ്ഥാനം നഷ്ടപ്പെടുന്നതും ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിനെയും സ്വർഗം നഷ്ടപ്പെടുന്നതിനേക്കാൾ നമ്മൾ ഭയന്ന എന്താ സംഭവിക്കുക? ഒരിക്കലും ഒരു ഉറച്ച നിലപാടും നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നിങ്ങൾ ആലോചിക്കുക, ഫലസ്തീനെ ഒരു രാജ്യവും സഹായിക്കാത്തതിന്റെ അടിസ്ഥാനം നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായ നഷ്ടമാണ് ഭയക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഒരു സൂഫി എന്താണ് ഒരു കോട്ട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുറിവുകളെ ഭയപ്പെടരുത്. മുറിവുകൾ എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ഏൽക്കുന്നതും മനസ്സിന് ഏൽക്കുന്നതുമായ മുറിവുകളെ നിങ്ങൾ ഭയപ്പെടരുത്. മുറിവുകളില്ലാതെ എങ്ങനെയാണ് വെളിച്ചം നിങ്ങളുടെ ആഴത്തിലേക്ക് കടക്കുക എന്നാണത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടാകുമ്പോഴാണ് ഉള്ളിക്ക് കടക്കാനുള്ളൊരു ഇതുണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവും, സമയം നഷ്ടപ്പെടും, പലതും നഷ്ടപ്പെടും. ആ നഷ്ടം ഒരു മുറിവാണെങ്കിൽ ആ മുറിവിലൂടെ മാത്രമേ പടച്ചവന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് കാണാൻ പറ്റും. അള്ളാഹിനെ ഭയന്നില്ലെങ്കിൽ രണ്ടാമത്തെ ആസ്പെക്ട്, ഒന്നാമത് ഞാൻ പറഞ്ഞു ശരിയായ ഭയമില്ലെങ്കിൽ തെറ്റായ ഭയം ഉണ്ടാവുന്നതിന്റെ ഒന്നാമത്തെ ആസ്പെക്ട് എന്താണ്? ഭൗതിക വിഭവങ്ങളെ നഷ്ടപ്പെടുന്നതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടും. രണ്ടാമത്, നമ്മൾ അള്ളാഹിനെ ഭയന്നില്ലെങ്കിൽ ഭൗതികമായ പല ശക്തികളെയും നമ്മൾ ഭയപ്പെടും. നമ്മൾ അധികാരികളെ ഭയപ്പെടും, നമ്മൾ പലതരം സ്ഥാപനങ്ങളെ ഭയപ്പെടും. നമ്മൾ അള്ളാഹിനെ ഭയന്നിട്ടില്ലെങ്കിൽ പലതിനെയും നമ്മൾ ഭയപ്പെടും. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ ഒരു യുദ്ധ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ ഒരു നിലപാടിനെ കുറിച്ച് അള്ളാഹു പറയുന്നു. സൂറ ആലിമ്രാനിൽ 173 ആയത്തിൽ അള്ളാഹു ഒരു രംഗം പറയുന്നുണ്ട്. അതില് അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഒരു വിഭാഗം ജനങ്ങൾ മുസ്ലിങ്ങൾ നിൽക്കുകയാണ്, കുറച്ച് ആൾക്കാരുള്ളൂ. കുറേ ആൾക്കാർ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണ്. അപ്പൊ ചുറ്റുള്ള ആൾക്കാർ അവരോട് പറയാണെന്ത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങളെ അടിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ധാരാളം മനുഷ്യർ വരുന്നുണ്ട്. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ പേടിക്കുക. ഫസാദഹും ഈമാന, അപ്പൊ അവർക്ക് സംഭവിച്ചത് എന്താണ്? അവരുടെ ഭയം മനുഷ്യരെ വിഭവങ്ങളല്ല പടച്ചോനെയാണ്. അപ്പൊ അവർക്ക് എന്താ സംഭവിച്ചത്? ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു എന്ത്? നമുക്ക് പടച്ചോൻ മതി, നിങ്ങളെ പേടിപ്പിക്കലൊന്നും നിൽക്കാനുള്ള പരിപാടിയില്ല, അള്ളാനെയാണ് നമുക്ക് ഭയം.
എന്നിട്ട് അള്ള പറയാണ്, അതിനുശേഷം അള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഇന്നമാ ദാലിക്കുമു ശൈത്താനു യുഹവ്വിഫു ഔലിയാഹു. നിരന്തരം ഷെയ്ത്താൻ എന്ത് ചെയ്യും? നിങ്ങളെ പേടിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഭൗതിക ശക്തികളെ വെച്ചുകൊണ്ട്, ഭൗതിക നഷ്ടങ്ങളെ വെച്ചുകൊണ്ട് ഷെയ്ത്താൻ നിങ്ങളെ പേടിപ്പിച്ചു കൊണ്ടേ ഇരിക്കും. ഫലാ തഹാഫൂഹും, നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരെ ഭയപ്പെടരുത്. വഹാഫൂനി, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ ഭയപ്പെടണം എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ചരിത്രം, ഫലസ്തീനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ആ കടലൊക്കെ കടന്നിട്ട് സ്വന്തം ജനതയും കൊണ്ട് പോകുന്ന രംഗമുണ്ട്, നിങ്ങളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. അവിടെ ആ പട്ടണത്തിലേക്ക് കടക്കാൻ വേണ്ടി അവരോട് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? നമുക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ആ രംഗം അവർ പറയുന്നത് ഇങ്ങനെയാണ്, കാലു യാ മൂസ ഇന്ന ഫീഹ കൗമൻ ജബ്ബാരീന എന്നാണ്. എന്നുവെച്ചാൽ ഭയങ്കര അക്രമികളായിട്ടുള്ള ശക്തിയുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്, നമ്മൾ എന്ത് ചെയ്യൂല, നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. അപ്പൊ ഭയമാണ് അവിടെ പറയുന്നത്. അപ്പൊ രണ്ടാൾക്കാർ, ഖുർആന്റെ വളരെ സുന്ദരമായ പ്രയോഗമാണ്. ആരാണ് ഈ രണ്ടാൾക്കാർ എന്ന് പറയുന്നില്ല. മൂസാന്റെ ജനതയിൽ നിന്നും രണ്ടാൾക്കാർ എണീറ്റ് നിന്നുകൊണ്ട് പറയും, ഫലാ റജുലാനി ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമല്ലാഹു അലൈഹിമ എന്നാണ്. എന്ന് വെച്ചാല് പടച്ചോനെ പേടിയുള്ള, പടച്ചോന്റെ സൃഷ്ടികളെ പേടിയില്ലാത്ത രണ്ടു പേർ അവരുടെ ഇടയിൽ നിന്ന് എണീറ്റുണ്ടോ എന്ന് പറഞ്ഞു. ഉദ്ഖുലു അലൈഹിമുൽ മബാബ് ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ. നിങ്ങൾ ധൈര്യമായിട്ട് കടന്നോളുക, നിങ്ങൾ കടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? വിജയിക്കും. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, വഅലല്ലാഹി ഫൽയതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. അള്ളാഹുവിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ആരിൽ ഭരമേൽപ്പിക്കുകയുള്ളൂ? അള്ളാഹുവിൽ മാത്രമേ ഭരമേൽക്കുകയുള്ളൂ എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഭയം. നമുക്ക് കൃത്യമായില്ല. ഇസ്ലാം ഭയത്തെക്കുറിച്ച് അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നതിന്റെ കാരണം, അള്ളാഹിനെ ഭയക്കാത്തടത്തോളം നമ്മൾ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും ഭയന്നുകൊണ്ടേയിരിക്കും. സൂറ സുമറിൽ ഇത് നമുക്കിങ്ങനെ ഒരു ഉള്ളില് ഒരാശയമായിട്ട് എപ്പോഴും കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ആയത്താണ്. സൂറ സുമറിലെ 36-ാമത്തെ ആയത്തില് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നാണ്. അടിമകൾക്ക് ഞാൻ പോരെ, അല്ല പോരെ അവന്റെ അടിമകൾക്ക് എന്നാണ്. അല്ല പോരെ അവന്റെ അടിമകൾക്ക്. വയുഹവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുന്നു എന്നാണ്. തന്റെ ദാസന് അള്ളാഹു പോരെ, അല്ല അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. ഇത് നമുക്ക് എവിടെയും പ്രയോഗിക്കാം. നമ്മൾ ഇത് എവിടെ പ്രയോഗിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ തളർന്നു പോകുന്ന ഇടങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹിന്റെ നിയമം പാലിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചു പോകുന്ന രംഗങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെ നമ്മുടെ മുന്നിൽ വരേണ്ട ആയത്ത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നാണ്. അല്ല പോരെ അവന്റെ അടിമകൾക്ക് എന്നുള്ളതാണ്. ഖുർആനിൽ 14 തവണ റിപ്പീറ്റ് ചെയ്ത് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ്. ഒരിക്കലും വിശ്വാസികൾക്ക് രണ്ട് കാര്യം ഉണ്ടാവില്ല. ഒന്ന് പേടിയാണ്, രണ്ട് ദുഃഖമാണ്. ഈ രണ്ട് സാധനങ്ങളും ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു സെൽഫ് അനാലിസിസ് ചെയ്യണം. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സെൽഫ് അനാലിസിസ്, നമുക്ക് ആരെയാണ് ഭയം? ഇത് സത്യസന്ധമായിട്ട് ചെയ്യണം. അള്ളാനെയാണോ സൃഷ്ടികളെയാണോ എന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു നോക്കുക. ഇതെങ്ങനെ മനസ്സിലാകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രവർത്തനം വെച്ച് അളന്നു നോക്കാം. നമുക്ക് എന്തിനെയാണ് ഭയം? സ്വർഗം നഷ്ടപ്പെടുന്നതിനെയാണോ ഭൗതികമായ നഷ്ടങ്ങളെയാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുന്നതിന്റെ വേദന ഒരു 500 റിയാൽ നഷ്ടപ്പെടുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സാധനം മനസ്സിലാവും. ഒരു സാധനം വീണ് കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാവില്ല, ഒരു 500 റിയാൽ വീണ ഒരു വേദന ഉണ്ടാവില്ല. ആ വേദന ഉണ്ടോ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നത്? പെട്ടെന്ന് നമുക്ക് ഈ സാധനം മനസ്സിലാകും എന്നുള്ളതാണ്. ഇതിൽ വീണ്ടും ഒരു സൂഫി ഇത് പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. മനുഷ്യൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നത് പോലെ നരകത്തെ ഭയന്നിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ കടന്നേനെ എന്നാണ്. എന്താ അവിടെ പറയുന്നത്? ദാരിദ്ര്യത്തെ ഭയക്കുക എന്നുള്ളത് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാങ്ക് ബാലൻസും എല്ലാ ഓട്ടവും നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഭയക്കുന്നത് ദാരിദ്ര്യത്തെയാണ്. ഈ ഓട്ടം ഓടുന്നത് ദാരിദ്ര്യത്തെ ഭയന്നിട്ടാണ്. ആ ഭയം നരകത്തെ ഭയക്കുന്നതിൽ നമുക്ക് എന്തുണ്ടായിരുന്നേ? നമ്മൾ ഉറപ്പായിട്ടും എന്തായിരുന്നു? സ്വർഗത്തിൽ കടക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരിതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിനെ ഭയക്കുക എന്നുള്ളത്. അള്ളാഹിനോട് നമുക്ക് ഉണ്ടാവേണ്ടത് ഭയവും പ്രതീക്ഷയും സ്നേഹവുമാണ്. ഇമാം ഗസാലി പറയുന്നത്, വിശ്വാസിക്ക് പ്രതീക്ഷയും ഭയവും എന്ന് പറയുന്നത് ഒരു പക്ഷിക്ക് 2 ചിറക് പോലെയാണ്. ഇതിൽ ഒരു ചിറക് പോയി കഴിഞ്ഞാൽ ആ പക്ഷി എന്ത് ചെയ്യും? താഴത്തേക്ക് പോകും.
പ്രതീക്ഷയും ഭയവും ഒരേപോലെ ഉണ്ടാവണം. അള്ളാഹു പുറത്തു തരും എന്ന പ്രതീക്ഷ വേണം. പക്ഷെ ആ പ്രതീക്ഷയുടെ അമിതത്വത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ കുറവുകളെ കാണാതെ പോകരുത്. അതിനെന്ത് ചെയ്യണം, അള്ളാഹനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും വേണം. അപ്പൊ ഒരു ഭയം, പ്രതീക്ഷ, സ്നേഹം എന്ത് നമുക്ക് ഇതാണ്. നമ്മളെ ഈ മൂന്നും നമുക്ക് ഒരുമിച്ചുണ്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഭയം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ചിലപ്പം ഭയം ഇല്ലെങ്കിൽ നമ്മൾ നന്നാവൂല. ചിലപ്പോൾ സ്നേഹത്തോണ്ടൊന്നും കാര്യമില്ല, ഭയങ്കര നല്ല വർത്താനം, സുന്ദര വർത്താനം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭയം കൊണ്ടേ ചിലപ്പോൾ നമ്മൾ നന്നാവുള്ളൂ. നരകത്തിന്റെ പേടിന്റെ ആ ചൂട് തന്നെ ഉണ്ടായാലേ ചിലപ്പോൾ നമ്മൾ നന്നാവുള്ളൂ. ഭയം വേണം. എന്ത് ചെയ്യും, നമ്മുടെ ഈമാൻ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭയം നമുക്ക് വളരെ ആവശ്യമാണ്. സൂറ നാസിയാത്തിൽ 40-ാമത്തെ ആയത്തിൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ഇന്നത്തെ ആയത്തിൽ അതേ പ്രയോഗമാണ്. ആരാണ് അള്ളാന്റെ സ്ഥാനത്തെ ഭയക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവ, എന്ത് ചെയ്തു, സ്വന്തം ദേഹേച്ഛയെ തടുക്കാൻ അവന് കഴിയുന്നത് എന്തുകൊണ്ടാണ്, ഭയം കൊണ്ടാണ്. ചിലപ്പം നമ്മുടെ ചില വീക്ക്നെസ്സുകൾക്ക് ഭയം തന്നെ ആവശ്യം വരും. ഈ ഹാബീൽ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 ആൺകുട്ടികളാണ് ഹാബീലും കാബീലും, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ കാബീൽ എന്ത് ചെയ്തു, ഹാബീലിനെ കൊല്ലും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഹാബീൽ എന്ത് ചെയ്തു, തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, സൂറ മാഇദയിൽ 28-ാമത്തെ ആയത്തിൽ, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖ്തുലക്, നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൈ പൊക്കിയാലും ഞാൻ എന്ത് ചെയ്യൂല, നിന്നെ കൊല്ലാൻ ഒരിക്കലും കൈ പൊക്കൂല. അപ്പൊ എന്താണ്, അത്യാവശ്യം ഈമാനുള്ള ആളാണ്. പക്ഷെ ഇതിന്റെ പ്രേരകം എന്താണ്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്നാണ്, എനിക്ക് അള്ളാനെ ഭയങ്കര ഭയമാണ് എന്നാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു പ്രതികാരത്തിനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാബീലിന് ഉണ്ടായിട്ടുള്ള പ്രേരണ അള്ളാഹിനോടുള്ള സ്നേഹം എന്നുള്ളത് മറ്റൊരു വശമാണ്, അതേസമയം അള്ളാഹിനെ കുറിച്ചുള്ള ഭയമാണ് എന്നുള്ളതാണ്. അപ്പം അവിടെ പ്രതികാരത്തെ തടുക്കുന്നത് ഭയമാണ് എന്ന് കാണാൻ പറ്റും. സൂറ നൂറില് 37-ാമത്തെ ആയത്തില് റിജാലും ലാ തുൽഹീഹിം തിജാറത്തും വല ബൈഉൻ അൻ ദിക്രില്ല എന്ന് പറയുന്നുണ്ട്. ചില മനുഷ്യരുണ്ട്, ചില ആൾക്കാർ, അവർക്ക് എത്ര കച്ചവടം വന്നാലും, എത്ര സാമ്പത്തിക ഇടപാടുകൾ വന്നാലും, എത്ര ഭൗതിക ഇടപാട് വന്നാലും ദിക്റില്ല, അള്ളാഹിന്റെ ഓർമ്മയിൽ നിന്നും അവർ ഒരിക്കലും തെറ്റൂല. അങ്ങനത്തെ ആൾക്കാർ, അവരെ കുറിച്ച് പറയാണ് അവർ നമസ്കാരം കറക്റ്റ് ആയിരിക്കും, സക്കാത്തും കറക്റ്റ് ആയിട്ട് കൊടുക്കും. എന്താ അവരുടെ പ്രത്യേകത, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവർക്ക് എന്താണ് അവരുടെ പ്രത്യേകത, അവർക്ക് നരകശിക്ഷയെ കുറിച്ച്, ആ വിചാരണ നാളിനെ കുറിച്ചുള്ള ഭയം ആണ്. ചിലപ്പോൾ നമ്മുടെ തിരക്കിനെ പൊളിക്കാൻ നമുക്ക് ഭയം തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഈ ആയത്ത് പറയുന്നത് എന്നാണ്. പക്ഷേ ഖുർആൻ പറയുന്നത് അള്ളാഹിനോടുള്ള, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് എല്ലാം ഭയത്തിൽ നിന്നാകരുത്. ഭയം ഏറ്റവും താഴ്ന്ന ലെവലാണ്. ഭയത്തിന്റെ ലെവല് കഴിഞ്ഞിട്ടാണ് സ്നേഹത്തിന്റെ ലെവല് വരുന്നത്. ആ സ്നേഹം കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അള്ളാഹിനെ ഇഷ്ടം കൊണ്ടായിരിക്കണം. ഇപ്പൊ നമസ്കരിക്കുന്നത് ഭയം കൊണ്ടാവാം, ഏതുവരെ, ഒരു സ്റ്റേജ് വരെ. നമുക്ക് ഉറക്കം കളയാൻ കഴിയുന്നില്ല, ഭയം ചിലപ്പോൾ വേണ്ടി വരും, നരകം പേടിച്ചിട്ട് നിസ്കരിക്കേണ്ടി വരും. പക്ഷെ കാലാകാലം ഭയത്താൽ നിസ്കരിക്കരുത്. നിസ്കാരത്തിന്റെ പ്രേരകം സ്നേഹമായിരിക്കണം, അള്ളാഹിനോടുള്ള സ്നേഹമായിരിക്കണം. ഭയം ഫസ്റ്റ് സ്റ്റേജ് ആണ്. പക്ഷെ ആ ഫസ്റ്റ് സ്റ്റേജ് മറികടന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്നേഹത്തിന്റെ സ്റ്റേജിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളത്. നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ എല്ലാ ഭയത്തിലും ഒരു സ്നേഹമുണ്ട്. എന്താണ് ആ സ്നേഹം, സ്വന്തത്തിന് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നതാണ്, സ്വന്തത്തോടുള്ള സ്നേഹമാണ്. എല്ലാ സ്നേഹത്തിലും ഒരു ഭയമുണ്ട്. അതെന്താണ്, ഇഷ്ടപ്പെടുന്ന ആളെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. അപ്പം പിന്നെ എല്ലാ ഭയത്തിലും ഒരു സ്നേഹം എന്താണ്, നമ്മളെ കുറിച്ചുള്ള ഭയമാണ്. അതിൽ നിന്നും അള്ളാഹിനോടുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് നഷ്ടം വരുന്നതിനേക്കാൾ അള്ളാഹ് നഷ്ടപ്പെടുമോ എന്നതിലേക്ക് നമ്മൾ വളരണം. അപ്പോഴേ നമുക്ക് ഭയത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വളരാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥിക്കാൻ പറയുന്നത് ഹൗഫൻ വ തമഅ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ഭയത്തോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥിക്കണം. എന്താണ് ഭയം, ആ ഭയം നരകം കിട്ടുമോ, എനിക്ക് ശിക്ഷ കിട്ടുമോ എന്ന ഭയമാണ്. പ്രതീക്ഷ എന്താണ്, അങ്ങനെയൊക്കെ ആയാലും എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയും സ്നേഹവും മാത്രം കൂടിപ്പോയാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഭയങ്കര സ്നേഹമാണ് അള്ളാഹിനോട്, സ്നേഹം കൊണ്ട് കളിയാണ്. എന്താണ് നമുക്ക് സംഭവിക്കുക, നമ്മൾ കുറവുകൾ കാണൂല, നമ്മളുടെ ഒരു കുറവും നമ്മൾ കാണില്ല. ഭയമില്ലെങ്കിൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടാവില്ല,
നമ്മൾ ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്ട്രീം ഒരു ആത്മീയ സാധനത്തിലൊക്കെ കാണും, വൻ സംഭവമായിരിക്കും കാണുമ്പോൾ. പക്ഷെ സൂക്ഷ്മത ഇല്ലെങ്കിൽ, ഭയമില്ലെങ്കിൽ എൻ്റെ സംസാരം, എൻ്റെ നാവിൻ്റെ പ്രശ്നം ഞാൻ കാണൂല. ഞാൻ അത്രയും നിസ്കരിച്ചിട്ടും ഞാൻ ആൾക്കാരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെ ഞാൻ കാണൂല, സംസാരത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കാണൂല. ഭയം മിക്സ് ചെയ്യണം. ഭയം മാത്രം ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? ഭയം മാത്രം സംഭവിച്ചാൽ റിള ഉണ്ടാവില്ല. റിള എന്ന് വെച്ചാൽ സംതൃപ്തിയാണ്. സംതൃപ്തിയോടുകൂടി അമല് ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. അവസാനത്തെ 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, അള്ളാഹ് ഖുർആനിൽ പിന്നെ 1-2 സ്ഥലത്ത് അള്ളാഹ് തന്നെ നമ്മളെ ഭയപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അള്ളാഹ് തന്നെ നമ്മളെ ഭയപ്പെടുത്തും. ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹ് എന്ത് ചെയ്യും? ഭയപ്പെടുത്തും. അതിലൊന്ന് സൂറ ഇസ്രായേല്, വനുഖവ്വിഫുഹും ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനം വകബീറ. ഭയങ്കര പ്രയോഗമാണ്. വനുഖവ്വിഫുഹും, നാം അവരെ ഭയപ്പെടുത്തുന്നു. എന്നുവെച്ചാൽ അള്ളാഹ് ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തും, പലതും കൊണ്ട് ഭയപ്പെടുത്തും. ചിലപ്പോൾ ബിൽഡിംഗ് ഇടിഞ്ഞു എന്തോ ഒരു പ്രളയം, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടമാവുമോ, അള്ളാഹ് നമ്മളെ ഭയപ്പെടുത്തും. പക്ഷെ അള്ളാഹ് പറയാണ്, അള്ളാഹിന്റെ കംപ്ലൈന്റ് പറയാണ്, ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനം കബീറ. പക്ഷെ ഞാൻ ഭയപ്പെടുത്തിയിട്ടും അവരിൽ അതെന്ത് ചെയ്യുള്ളൂ? ധിക്കാരം മാത്രമേ വളർത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്താ പ്രതീക്ഷിക്കുന്നത്? ആ ഭയപ്പെടുത്തിയ സൃഷ്ടാവിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ആ ഭയപ്പെടുന്നത്. പക്ഷെ നമ്മൾ എന്താണ്? നേരെ ഓപ്പോസിറ്റിലേക്കാണ് പോകുന്നത്. ഒരു ഭയം കാണുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റിലേക്കാണ് പോകുന്നത്. സൂറ സുമറില് പിന്നെ കുറേ നരകത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത്, ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹു. ഇത് അള്ളാഹ് എന്ത് ചെയ്യാണ്? സ്വന്തം അടിമകളെ പേടിപ്പിക്കുകയാണ് ഈ നരകം പറഞ്ഞുകൊണ്ട്. യാ ഇബാദി ഫത്തഖൂൻ, അല്ലയോ എൻ്റെ സ്നേഹം നിറഞ്ഞ പിന്നെ എന്താണ് സൃഷ്ടികളെ, നിങ്ങൾ എന്ത് ചെയ്യുക? തഖ്വ പാലിക്കുക എന്ന് പറയാൻ പറ്റും. ഇതാണ് ഒന്ന്. 2, പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹ് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഭയം തരും എന്ന് പറയുന്നുണ്ട്. സൂറ ബക്കറയില് വലനബ്ലുവന്നക്കും എന്നാണ്, ലാമാണ് ഉപയോഗിക്കുന്നത്. വലനബ്ലുവന്നക്കും എന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടാവും. വലനബ്ലുവന്നക്കും, ഉറപ്പായിട്ടും നാം പരീക്ഷിക്കും. എന്തുകൊണ്ടാണ്? ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? നമ്മളെ പരീക്ഷിക്കും. എന്നിട്ട് വിശ്വാസികൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്? വബശ്ശിരി സ്വാബിരീൻ, സ്വബറോടുകൂടി അവരെന്താ ചെയ്യുക? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും, അവർക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നു കഴിഞ്ഞാൽ അവർ പേടിച്ച് നിൽക്കുകയല്ല ചെയ്യുക. അവരെന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ പടച്ചോന്റെ അടുത്താണ് വന്നത്, അവനാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അവന്റെ അടുത്തേക്കാണ് തിരിച്ചുകൊണ്ട്. ഇതിന്റെ ഇടയിലുള്ള പേടിയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഒരു വിഷയമല്ല എന്ന് നമ്മൾ പറയും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി എല്ലാ ദിവസവും ഈ അള്ളാന്റെ മുന്നിൽ നിൽക്കുന്നതിന്റെ ഭയം ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ കടന്നുകൊണ്ട് 17 പ്രാവശ്യം നമ്മളത് പറയുന്നുണ്ട്. എപ്പോഴാണത്? ഫാത്തിഹയിലാണ്. ഫാത്തിഹയില് നിങ്ങൾക്ക് ഈ മഖാമ റബ്ബിഹി, അള്ളാന്റെ മുന്നിൽ നിൽക്കുന്ന ആ നിപ്പിന്റെ ഭയം, അതുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്നതാണ്. അത് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? മാലിക്കി യൗമുദ്ദീൻ എന്നാണ്. മാലിക്കി യൗമുദ്ദീൻ. അർറഹ്മാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലത് ഓർക്കണം, നമ്മുടെ അനുഗ്രഹങ്ങൾ ഓർക്കണം. അർറഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ ഓർക്കണം, എന്താണ് നമുക്ക് വേണ്ടത് എന്ന് ഓർക്കണം. മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുന്നിൽ ആ മക്കാം, അവിടെ പോയി നിൽക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും അള്ളാഹ് ഓർപ്പിക്കാനുള്ള സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ വെച്ചത്. 2 ഉദാഹരണങ്ങൾ കൂടി, ഈ ഭയത്തിന്റെ 2 ഉദാഹരണങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലെ 2 ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹിനോടുള്ള സ്നേഹമൊക്കെ പറയുന്നുണ്ടല്ലോ, അള്ളാഹിനെ ഭയക്കരുത്, ഭയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ നെഗറ്റീവായി പറയുന്നുണ്ടല്ലോ. പ്രവാചകനാണല്ലോ ഏറ്റവും വലിയ മാതൃക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പിന്നെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് ഖുറാന്റെ കുറച്ച് ഭാഗങ്ങൾ ഓതി കേൾപ്പിക്കാൻ വേണ്ടി പറയും. അതിലൊരു ഭാഗം ഓതുകയാണ്. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹഉലായി ഷഹീദ. എങ്ങനെ ഉണ്ടാവും പ്രവാചകരെ, നാളെ വിചാരണ നാളില് എല്ലാ ഉമ്മത്തിനെയും കൊണ്ടുവന്നിട്ട് നിന്റെ ഉമ്മത്തിന് സാക്ഷിയായി നിന്നെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഓതിയപ്പം പ്രവാചകൻ പിന്നെ അബ്ദുള്ള ഇനി ഓതേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഓത്ത് നിർത്തി. കാരണം അത്രത്തോളം ഉത്തരവാദിത്ത ബോധത്താൽ പ്രവാചകൻ ആ സമയത്ത് നടുങ്ങി. ആ സ്വന്തം ഉമ്മത്തിന്റെ മുന്നിൽ താൻ തൻ്റെ ദൗത്യം നിർവഹിച്ചോ എന്ന ഭയം, ആ കുറവ് വന്നോ എന്ന ഭയം, ആ ഭയമാണ് എന്ത് ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോഴാണ് അവസാനമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തം ചെയ്തത് കുറഞ്ഞു പോയതിൻ്റെ ഭയത്താൽ ഒന്ന് കരഞ്ഞത് ലാസ്റ്റ് എപ്പോഴാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. രണ്ടാമത്, ഇത്തരം വിഷയങ്ങളിലൊക്കെ മാതൃക
ഉത്തമ മാതൃക ആക്കാൻ പറ്റിയൊരു വ്യക്തിത്വം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇത്രയും കോൺഷ്യസ് ആയിട്ടുള്ള, ഇത്രയും ഹൈയിൽ നിൽക്കുമ്പോഴും ഇത്രയും സ്വന്തത്തിന്റെ കുറവുകളെ കുറിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജുമാ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പം അലിമത് നഫ്സുമ്മ അഹ്ലറത്ത് എന്ന ആയത്തോതി. അലിമത് നഫ്സുമ്മ അഹ്ലറത്ത് എന്ന് പറഞ്ഞാല് നാളെ വിചാരണ നാളിൽ പോയാൽ അവിടെ നിന്ന് അറിയും നമ്മൾ എന്താണ് അള്ളാഹ്ക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ അമലുകൾ എന്താണെന്ന് അവിടുന്ന് അറിയും എന്ന് പറഞ്ഞപ്പം ഉമർ റളിയല്ലാഹുവിന്റെ മൊത്തം തൊണ്ട കുടുങ്ങിയിട്ട് വിലങ്ങിയിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റാത്തത്ര അദ്ദേഹം വിങ്ങിപ്പൊട്ടി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് എന്തിനെ കുറിച്ചുള്ള ഭയമാണ്? ആ ഭയം പടച്ചവന്റെ ആ മക്കാമാണ്. അള്ളാഹിന്റെ മുന്നിൽ എല്ലാം കഴിഞ്ഞിട്ട് പോയി നിൽക്കുമ്പം ഒന്നുമല്ലാതായി പോകുന്ന ആ നിമിഷം, ആ ഭയമാണ് അവരെ രണ്ടുപേരെയും എന്ത് ചെയ്തത്. പിന്നെ അവരെ രണ്ടുപേരും സ്വർഗത്തിലെത്തി എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അവർ രണ്ടുപേരെയും സ്വർഗത്തിലെത്തിച്ചത് ഈ ഭയം കൂടിയാണ്, അള്ളാഹിനുള്ള സ്നേഹം. അപ്പം ഈ ആയത്ത് നമുക്ക് തരുന്ന പാഠം, സ്വർഗം നേടണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ഭയം നമുക്ക് നിരന്തരം ഉണ്ടാകണം. 1. 2, നമ്മുടെ ഭയം നമ്മൾ കൃത്യമാക്കണം. നമ്മൾ ധാരാളം കാര്യങ്ങളെ ഭയക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഭയക്കുന്നുണ്ട്. നമ്മൾ ജോലി നഷ്ടത്തെ, സമ്പത്ത് നഷ്ടത്തിനെ, കുടുംബ നഷ്ടത്തിനെ, ആരോഗ്യ നഷ്ടത്തിനെ, കുറേ ആരോഗ്യ നഷ്ടത്തിനൊക്കെ ഭയം കൊണ്ട് നമ്മൾ കളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ള ഡോക്ടർമാരുടെ അടുത്തൊക്കെ ഓടിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഓടുന്നത്. എവിടെ ഹെൽത്ത് ഫിറ്റ്നസ് കാണുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടുന്നത് ആരോഗ്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഈ ഭയത്തിനേക്കാൾ ഒരംശം കൂടുതൽ എപ്പോഴും നരകം കിട്ടുമോ അല്ലെങ്കിൽ നരകത്തിലായി പോയുമോ എന്ന ഭയമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, രക്ഷപ്പെടില്ല. അളവിൽ എപ്പോഴും അള്ളാന്റെ ആ മക്കാമിന്റെ ഭയമായിരിക്കണം ഭൗതികമായ എല്ലാ ഭയത്തിനേക്കാൾ മുഴച്ചു നിൽക്കേണ്ടത്. പടച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു യഥാർത്ഥ ഭയം കിട്ടുന്ന രീതിയിലുള്ള ഒരു അറിവ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവന്റെ ആ മക്കാമിൽ പോയി നിൽക്കുമ്പം രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ആ രക്ഷ നേടാൻ മാത്രമുള്ളൊരു ഭയം അള്ളാഹു നമ്മുടെ ഉള്ളിൽ ഈ ലോകത്ത് ഇട്ട് തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് ആശ്വാസവും സഹായവും ധൈര്യവും ഒക്കെ ധാരാളം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.